എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് സിറമാണ് സ്കിന്നിന് നല്ലത്, അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറം ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ. നമ്മൾ എന്തിനാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്സുകൾ പോകാനും, അതുപോലെ തന്നെ കുരുക്കളുടെ പാടൊക്കെ പോകാനും, അതുപോലെ ടാനൊക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെ സിറംസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വൈറ്റമിൻ സി സിറം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല. പകരം നമുക്ക് വൈറ്റമിൻ സി സിറം പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഒന്നാന്തരം വൈറ്റമിൻ സി പാക്കുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈറ്റമിൻ സി സിറത്തിൻ്റെ അതേ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വൈറ്റമിൻ സി പാക്കാണ്, ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ദേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് ഒരു ബാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട്, അരമുടിയൊക്കെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് അലോവേര ജെല്ലാണ്. ഇതിപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് തണ്ട് ബാൽക്കണിയിൽ ചെടിച്ചട്ടിയിൽ വെച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട്, ഒരുപാട് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ജെല്ലെടുക്കണം. അപ്പോൾ അലോവേരയുടെ ജെല്ലെടുക്കാനായിട്ട് ഇതുപോലെ ഫ്രഷ് തണ്ടിയിൽ നിന്ന് നമുക്ക് കുറച്ച് ജെല്ല് മാത്രം എടുക്കാനായിട്ട്. ഇപ്പോൾ മിക്സിയിലൊക്കെ അടിച്ചാൽ ഇത് ഭയങ്കര പാടായിരിക്കും മിക്സിയിലടിച്ച് അതിൻ്റെ ജെല്ല് വരാനൊക്കെ. അപ്പം നമുക്കൊരു കുറച്ച് ജെല്ല് മാത്രം ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം ഇതിൻ്റെ ഈ സൈഡിലെ മുള്ളങ്ങോട്ട് ചെത്തിക്കളയുക. ദേ ഇത് ഇതുപോലെ തന്നെ കഷ്ണിക്കുക. അപ്പം ഞാനിത് തണ്ടെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ കളയണം. അപ്പോൾ പലർക്കും ഇതിൻ്റെ കറ അലർജി ആവാറുണ്ട് സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറ കളയുക. കറ കളഞ്ഞതിന് ശേഷം ഇതുപോലെ തണ്ടെടുത്തിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രഷ് ടവല് എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ ടവലിലേക്ക് ഇത് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോർണറിലോട്ട് ഇട്ടിട്ട് നമുക്കിതേ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ ഉണ്ടോ ഇതിൻ്റെ നീര് നന്നായിട്ട് നമുക്കിങ്ങ് കിട്ടും കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേര എന്തോരം നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്നുള്ളത്. നമ്മുടെ സ്കിന്നിലെ പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ പുതിയ സെല്ലുകൾ ഗ്രോ ചെയ്യാൻ വരെ അലോവേര വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലോവേര എടുക്കാം. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് ദേ ഇത്ര നീര് ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്രയും നീര് മതി നമുക്കൊരു പ്രാവശ്യം പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടോ, ഇതേന്ന് ഇത് ഫുള്ളായിട്ട് നീരിങ്ങനെ വരികയും ചെയ്തു കണ്ടോ. ഇതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ, തൊലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ നീരെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞി ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓറഞ്ച് നമുക്ക് വേണ്ട, നമുക്കൊരു കുറച്ച് ഓറഞ്ച് നീര് മതി. അപ്പോൾ ഇതുപോലത്തെ ഈ ഓറഞ്ചും ഇതിനകത്തേക്ക് തന്നെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതുപോലെ നമുക്കറിയാം ഓറഞ്ച് റിച്ച് ഇൻ വൈറ്റമിൻ സി ആണെന്നുള്ളത്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. പിഴിഞ്ഞെടുത്ത് ഇതേപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നീര് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒന്നെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തരി കുറഞ്ഞ അരിപ്പൊടി ഉപയോഗിക്കാനായിട്ട്, തരിയില്ലാത്ത നൈസായ അരിപ്പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിന് അതൊരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കുക. ഇപ്പം നന്നായിട്ട് ഞാനിവിടെ പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസിലേക്ക് ഇനി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസിലേക്ക് മാത്രമല്ല, നമ്മുടെ ചെവി അതുപോലെ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പരട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് എല്ലാ വശത്തും ഈവൻ ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഫേസിന് മാത്രം കളറ് അങ്ങനെയായിട്ടിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് 2 കൈയിലേക്കും കൂടെ ശകലം പാക്കിംഗ് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ
സ്കിന്നിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടാവുകയും നമ്മുടെ ഇടുന്ന പാക്കിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ വേഗവും അതുപോലെ നല്ല റിസൾട്ട് കിട്ടാനായിട്ടും അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്ലോയിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മസാജ് ചെയ്യണ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസൊക്കെ മസാജ് ചെയ്യുമ്പോൾ ആ ശരിക്കുള്ള രീതിക്കൊന്ന് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം കൂടി നമുക്ക് ആ സമയത്ത് ലഭിക്കാനായിട്ട് അത് വളരെ നല്ലതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക. അതിനുശേഷം നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാക്ക് കട്ടിയായിട്ട് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ സമയമായി. ഇപ്പം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്ര മിനിറ്റ് എന്നൊന്നുമല്ല, അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഒരു തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഒരു 50 സെക്കൻഡ് ഒന്ന് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്, ഒരു 50 സെക്കൻഡൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും ടൈറ്റായിട്ട് മസാജ് ചെയ്യരുത്. എവിടെയെങ്കിലുമൊക്കെ പാക്കുകൾ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തണുത്ത വെള്ളം കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ ഫേസിലെ മാറ്റം പാക്ക് ഇട്ടതിന് ശേഷമുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പം വൈറ്റമിൻ സി സിറം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പാക്കുകൾ റെഗുലറായിട്ട്, അതായത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മുടെ ലിപ്സിന് മേളിലേക്കും അതുപോലെ തന്നെ ഇച്ചിരി നന്നായിട്ട് തന്നെ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്കിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കയ്യിലേക്കും ഒക്കെ നന്നായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.